നാഗകന്യക 3യുടെ എപ്പിസോഡ് 19 എല്ലാവർക്കും സ്വാഗതം. ശേഷം ബേല ഒരുങ്ങി വരികയാണ്. ബേലയെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് ഇരുത്തുന്നു. വിവാഹം നടത്തുന്ന ആളും അവിടേക്ക് വരികയാണ്. ആളുകളുടെ സൗണ്ട് കേട്ട് അവിടേക്ക് വരുന്ന ACP വിവാഹ മണ്ഡപത്തിൽ ബേല ഇരിക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. മഹിയെ കുറച്ചു പേർ ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. വിശാഖ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. വിവാഹം നടത്താൻ വന്ന ആള് ചടങ്ങ് പ്രകാരം പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഷാനവാസിനോട് സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ്. ഷാനവാസ് സമ്മതമാണെന്ന് പറയാൻ തുടങ്ങുന്നതും വിശാഖ സമ്മതമല്ല എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. വിശാഖയെ അവിടെ കാണുന്ന ACP റിമോണ ഇവിടെ എന്തിനാണ് വന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. വിശാഖ ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് വളരെ വിഷമത്തോടെ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് പറയുകയാണ്. അത് കേട്ട് ഷാനവാസ് വിശാഖയോട് മിണ്ടാതെ അവിടെ നിന്ന് പോകാൻ പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന വിശാഖ ബേലയുടെ അടുത്ത് പോയി ബേലയെ ഉപദ്രവിക്കുകയാണ്. ബേല തിരിച്ചും വിശാഖയെ ഉപദ്രവിക്കുകയാണ്. സുമിത്രയും പൗർണമിയും അവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. അവർ രണ്ടുപേരും വാശിയോടെ പരസ്പരം ഉപദ്രവിക്കുന്നത് കാണുന്ന ഷാനവാസ് ശിഷ്യന്മാരോട് വിശാഖയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോകാൻ പറയുകയാണ്. അവർ വിശാഖയെ പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് കാണുന്ന മഹി അനുവിന്റെ അടുത്ത് പോയിട്ട് ഓരോന്നും പറഞ്ഞ് അനുവിന്റെ മനസ്സ് മാറ്റുകയാണ്. ഷാൻ ആദ്യം അനുവിനെയല്ലേ പ്രപ്പോസ് ചെയ്തത്, അപ്പോൾ വിവാഹം കഴിക്കേണ്ടത് അനുവിനെയല്ലേ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന അനു ഷാനവാസിന്റെ അടുത്ത് പോകുന്നു. മഹി അവിടെ നിൽക്കുന്ന ഷാനവാസിന്റെ അടിമകളായ എല്ലാ പെൺകുട്ടികളോടും ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അവരെല്ലാവരും ഷാനവാസിനെ ആക്ക എന്നാണ് വിളിക്കുന്നത്. മഹി അവരോട് നിങ്ങൾക്കും ആക്കയെ ഇഷ്ടമല്ലേ, ആക്കയെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് സമ്മതമല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അവരെല്ലാവരും ആക്കയുടെ അടുത്തേക്ക് സമ്മതം എന്ന് പറഞ്ഞു പോവുകയാണ്. എല്ലാവരും കൂടി വരുന്നത് കണ്ട് പേടിച്ചിരിക്കുകയാണ് ഷാനവാസ്. എല്ലാവരും കൂടി ഷാനവാസിന്റെ ചുറ്റും നിന്ന് സമ്മതം എന്ന് പറയുകയാണ്. ഈ സമയം നോക്കി മഹി അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഷാനവാസിന്റെ ആളുകൾ മഹിയെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ അവിടെ ACPയും വരുന്നു. ACPയും മഹിയും കൂടി അവരെല്ലാവരെയും അടിക്കുകയാണ്. ACP ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന മഹി അനുവിനെയും പൗർണമിയെയും കുഹുവിനെയും വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ്. ഈ സമയം ഷാനവാസ് ബേലയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ബേല വളരെ സന്തോഷത്തോടു കൂടിയാണ് ഷാനവാസിന്റെ കൂടെ പോകുന്നത്. അത് യഥാർത്ഥത്തിൽ വിശാഖയായിരുന്നു. വിശാഖ വീണ്ടും ഷാനവാസിന്റെ മകുടിയുടെ കൺട്രോളിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശാഖയ്ക്ക് ഷാനവാസിനെ ഒത്തിരി ഇഷ്ടമാണ്. ഷാനവാസിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് വിശാഖ ബേലയുടെ രൂപത്തിലായിരിക്കുന്നത്. മറുവശത്ത് മഹി പൗർണമിയെയും അനുവിനെയും കുഹുവിനെയും ACPയുടെ കൂടെ നിർബന്ധിച്ച് പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവർ ഷാനവാസിന്റെ കൺട്രോളിലായതുകൊണ്ട് അവർ 3 പേരും ആക്കയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നത് കാണുന്ന ACP നിങ്ങളുടെ ആക്ക പുറത്തുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന അവർ ACPയുടെ കൂടെ പോകുന്നു. മറുവശത്ത് ആക്കയുടെ കൺട്രോളിൽ നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളും ആക്കയെ കാണാത്തത് കൊണ്ട് ആക്കയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സമയം അവിടെ മറിഞ്ഞു നിൽക്കുന്ന ബേലയെ മഹി കാണുന്നു. മറുവശത്ത് ഷാനവാസ് വളരെ പ്രധാനപ്പെട്ടതായ മകുടിയെ മറച്ചു വെക്കുകയാണ്. ഇതെല്ലാം കാണുന്ന ബേല വിശാഖയായി മാറുന്നു. വിശാഖയുടെ അടുത്ത് വരുന്ന ACP ഷാനവാസിന് നേരെ കണ്ണ് കാണിച്ചിട്ട് സറണ്ടർ ചെയ്യാൻ പറയുകയാണ്. ACP വിശാഖയുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഷാനവാസ് വിചാരിച്ചിരിക്കുന്നത് അത് ബേലയാണെന്നാണ്. ഷാനവാസ് ACPയോട് ബേലയെ വിടണമെന്നും ഞാൻ അവളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നും ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും പറയുന്നത് കേൾക്കുന്ന വിശാഖ രൂപം മാറിയത് ഓർമ്മയില്ലാതെ ACPയെ തള്ളി മാറ്റിയിട്ട് ഷാനവാസിന്റെ അടുത്തേക്ക് പോവുകയാണ്. വിശാഖയെ കാണുന്ന ഷാനവാസ് ഞെട്ടി നിൽക്കുകയാണ്. വിശാഖ ചതിച്ചു എന്ന് മനസ്സിലാക്കുന്ന ഷാനവാസ് വിശാഖയെ തള്ളി മാറ്റിയിട്ട് മറച്ചു വെച്ചിരിക്കുന്ന മകുടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന വഴി എല്ലാം ഷാനവാസ് ബേലയെ നോക്കിയാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് സുമിത്രയെ കാണുന്ന ഷാനവാസ് സുമിത്രയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പില്ലറിൽ ചേർത്ത് വെച്ച് സുമിത്രയെ കെട്ടിയിടുകയാണ്. സുമിത്രയുടെ ശരീരത്തിൽ ബോംബും വെച്ചിട്ടുണ്ട്. സുമിത്രയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ബേല എന്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞാണ് ഷാനവാസ് അവിടെ നിന്നും പോകുന്നത്. മറുവശത്ത് ബേലയെ വിളിച്ചുകൊണ്ട് പോകാൻ മഹി ശ്രമിക്കുമ്പോൾ ബേല മഹിയോട് കാര്യം പറയുകയാണ്. ബേലയെ അയാൾ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നും സുമിത്രയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഡിവോഴ്സിനും ഷാനവാസുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചതെന്നും മഹിക്ക് എന്നെ നഷ്ടപ്പെട്ടാൽ വേറൊരു ബേലയെ കിട്ടും, പക്ഷെ അമ്മയെ നഷ്ടപ്പെട്ടാൽ വേറൊരു അമ്മയെ കിട്ടില്ല. ആദ്യം പോയി അമ്മയെ രക്ഷിക്കുക, അമ്മയെ രക്ഷിച്ചിട്ട് എന്റെ അടുത്ത് വന്നാൽ ഞാൻ കൂടെ വരാമെന്ന് പറയുകയാണ് ബേല. ഈ സമയം ഷാനവാസ് മകുടി ഊതുകയാണ്. മകുടിയുടെ സൗണ്ട് കേട്ട് ബേല മഹിയുടെ അടുത്ത്
അടുത്ത് നിന്ന് പോവുകയാണ്. മറുവശത്ത് മകുടിയുടെ സൗണ്ട് കേട്ട് വിശാഖയും SCPയുടെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഷാനവാസിന്റെ അടുത്ത് വരുന്ന ബേലയും വിശാഖയും മ്യൂസിക്കിൽ ലയിച്ച് നിൽക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ വിശാഖയും ബേലയും പരസ്പരം കാണുകയാണ്. ദേഷ്യം വരുന്ന ബേല വിശാഖയെ തള്ളിയിടുകയും ഷാനവാസിന്റെ അടുത്ത് പോകുന്ന ബേല ഷാനവാസിന്റെ അടുത്ത് ചേർന്ന് നിൽക്കുകയാണ്. ഈ സമയം ബേല ഷാനവാസിന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ എടുക്കുകയാണ്. മറുവശത്ത് SCP റിമോണയെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റായി വരുന്ന മഹിയും SCPയും ഷാനവാസ് മകുടി ഊതുന്നത് കാണുന്നു. മകുടി ഊതുന്ന ഷാനവാസിന്റെ പുറകെ അവിടെയുള്ള എല്ലാവരും പോവുകയാണ്. അത് കാണുന്ന SCPയും മഹിയും ഞെട്ടി നിൽക്കുകയാണ്. ഷാനവാസ് കാണാതെ മഹിയുടെ അടുത്ത് പോകുന്ന ബേല മഹിക്ക് സുമിത്രയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണിച്ചു കൊടുത്തിട്ട് ബോംബിന്റെ ഫംഗ്ഷനുള്ള ഫോണും മഹിയെ ഏൽപ്പിച്ചിട്ട് ബേല അവിടെ നിന്ന് പോകുന്നു. സുമിത്രയുടെ അടുത്ത് പോകുന്ന മഹി ബോംബിന്റെ കണക്ഷൻ എങ്ങനെ ഓഫ് ആക്കുമെന്ന് നോക്കുന്ന സമയം അവിടെ SCPയും വരുന്നു. മറുവശത്ത് മകുടി ഊതുകൊണ്ട് പോകുന്ന ഷാനവാസിന്റെ പുറകെ എല്ലാവരും പോവുകയാണ്. ഈ സമയം മഹിയും SCPയും സുമിത്രയെ രക്ഷപ്പെടുത്തുകയാണ്. ഇതിനിടയിൽ മഹി ബേലയെ നോക്കുമ്പോൾ ബേല ഷാനവാസിന്റെ കയ്യിലിരിക്കുന്ന മകുടിയെ നോക്കാൻ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ച് പറയുകയാണ്. അത് കാര്യമാക്കാതെ നിൽക്കുകയാണ് മഹി. ഷാനവാസ് ബേലയുമായി അവിടെ നിന്നും പോകുന്നു. ആ ഗുഹയുടെ പുറത്തു വരുന്ന ബേലയുമായി ഷാനവാസ് പുറത്തേക്ക് ഓടുന്നത് കാണുന്ന മഹിയും SCPയും അവരുടെ പുറകെ പോവുകയാണ്. ഷാനവാസ് ഒരു ജീപ്പ് കൊണ്ടുവന്ന് ബേലയെ ജീപ്പിൽ കയറ്റി അവിടെ നിന്ന് പോകുന്നത് കാണുന്ന മഹിയും SCPയും ആ ജീപ്പിന്റെ പുറകെ പോകാൻ ശ്രമിക്കുമെങ്കിലും അവർക്ക് അതിന് കഴിയുന്നില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ആ ഗുഹയിൽ കാണുമെന്ന് SCP പറയുന്നത് കേൾക്കുന്ന മഹിക്ക് ബേല പറഞ്ഞത് ഓർമ്മ വരികയാണ്. ആ കാര്യം ഓർമ്മ വരുന്ന മഹി ഗുഹയുടെ അകത്തേക്ക് ഓടിപ്പോവുകയാണ്. ഈ സമയം ഷാനവാസും ബേലയും പോകുന്ന ജീപ്പിന്റെ മുന്നിൽ വിശാഖ വരുന്നു. വിശാഖയ്ക്ക് ഷാനവാസിനെ വിവാഹം കഴിക്കണം. ഷാനവാസിനെ വിവാഹം കഴിക്കാൻ വേറെ ആരെയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വാശിയോടെ നിൽക്കുകയാണ് വിശാഖ. മറുവശത്ത് മഹിക്ക് ഷാനവാസിന്റെ മകുടി കിട്ടുകയാണ്. മകുടിയുമായി മഹി SCPയുടെ അടുത്തേക്ക് പോകുന്നു. തുടർന്ന് ദേഷ്യം വരുന്ന ബേല ജീപ്പിൽ നിന്ന് ഇറങ്ങുകയും അവർ തമ്മിൽ പരസ്പരം പിടിവലി കൂടുകയും ചെയ്യുകയാണ്. ഇതെല്ലാം നോക്കിയിരിക്കുകയാണ് ഷാനവാസ്. മറുവശത്ത് മഹി ഷാനവാസിന്റെ മകുടി അടിച്ചു പൊട്ടിക്കുകയാണ്. മകുടി പൊട്ടുന്നതും ആ മകുടി വഴി കൺട്രോളിലായ വിശാഖ ഉൾപ്പെടെ എല്ലാവരും നോർമലാവുകയാണ്. വിശാഖയ്ക്ക് നടന്നതൊന്നും ഓർമ്മയില്ല. ഷാനവാസിന്റെ ശക്തികളെല്ലാം നഷ്ടപ്പെടുകയാണ്. ബേല ഷാനവാസിനോട് ബേല ഒരിക്കലും ഷാനവാസിന്റെ മകുടിയുടെ സൗണ്ട് കേട്ട് കൺട്രോളിലായിട്ടില്ല എന്നും പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന പച്ചില ഷാനവാസിന് കാണിച്ചു കൊടുക്കുകയാണ്. വിവാഹ ചടങ്ങുകൾ നടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ തന്നെ ബേല കൂവളത്തിന്റെ ഇല കയ്യിൽ വെച്ചിരുന്നു എന്നും അതുകൊണ്ടാണ് മകുടിയുടെ സൗണ്ടിൽ ബേലയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകാത്തതെന്നും പറയുകയാണ്. അത് കേട്ട് പേടിക്കുന്ന ഷാനവാസ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. മറുവശത്ത് ഷാനവാസിന്റെ കൺട്രോളിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാവരും പരസ്പരം എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും ഇങ്ങനെയുള്ള ഡ്രസ്സും ഓർണമെന്റ്സ് ഇട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്നും അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന മഹി ഷാനവാസ് നിങ്ങളെ എല്ലാവരെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നതാണെന്നും അവർ ഡാഡിയെ ഫോണിൽ വിളിച്ച് ക്യാഷ് ചോദിച്ചു എന്നും വിശാഖയാണ് ഈ സ്ഥലം പറഞ്ഞതാണ് നിങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്തതെന്നും പറയുകയാണ്. മറുവശത്ത് വിശാഖയും ബേലയും നാഗമായി മാറി ഷാനവാസിന്റെ പുറകെ പോവുകയാണ്. കുറെ ദൂരം പോകുമ്പോൾ ഷാനവാസിന്റെ മുന്നിലും പുറകിലുമായി ബേലയും വിശാഖയും വരുന്നു. ഷാനവാസ് നാഗറാണിയോട് ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് കൊടുക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ബേല ഷാനവാസിനെ ഉപദ്രവിച്ചു കൊല്ലുകയാണ്. ഇതെല്ലാം കണ്ടു ഒന്നും പറയാതെ നിൽക്കുകയാണ് വിശാഖ. കുറച്ചു കഴിയുമ്പോൾ ഷാനവാസിന്റെ ശരീരം അപ്രത്യക്ഷമാകുന്നു. വിശാഖയ്ക്ക് ഒന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് ബേല വിശാഖയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഈ സമയം അവരെ അന്വേഷിച്ച് വരുന്ന മഹിയും SCPയും ബേലയെയും വിശാഖയെയും കാണുന്നു. ഷാനവാസ് പേടിച്ച് ഓടിപ്പോയി കാണുമെന്ന് ബേല പറയുന്നത് കേൾക്കുന്ന മഹി ഷാനവാസിന്റെ കാര്യം SCP നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ ഓൾഡ് പാലസിൽ പോകുന്ന ബേല നാഗഗുരുവിനെ കാണുകയാണ്. ബേല നാഗഗുരുവിനോട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നാഗഗുരു എന്ന് പറയുകയാണ്. നാഗറാണിക്ക് ഇപ്പോൾ ഉള്ളത് കൺഫ്യൂഷൻ മാത്രമാണ്. നാഗറാണിക്ക് കഴിഞ്ഞ ജീവിതത്തിന്റെ ഓർമ്മയിൽ ജീവിക്കണമോ അതോ ഇന്നത്തെ ജീവിതം ജീവിക്കണോ, ഇതിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യാൻ നാഗറാണിക്ക് കഴിയുന്നില്ല എന്ന് പറയുകയാണ് നാഗഗുരു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് മഹിയെ വെറുക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് മഹി ചെയ്ത തെറ്റ് മറക്കാനും കഴിയുന്നില്ല. ഞാൻ മനുഷ്യരോട് യുദ്ധം ചെയ്യാനാണ് വന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ എന്റെ മനസ്സിനോടും മനസാക്ഷിയോട് യുദ്ധം ചെയ്യുകയാണ്. വിക്രാന്തിനെയാണ് എനിക്ക് ഇഷ്ടം. വിക്രാന്തിനെ കൊന്ന ആളിനോട് പ്രതികാരം ചെയ്യേണ്ടത് എന്റെ ധർമ്മമാണ്. പക്ഷെ മഹി എന്റെ ഹസ്ബൻഡ് ആണ്. അതുകൊണ്ട് തന്നെ മഹിയെ എനിക്ക് കൊല്ലാൻ കഴിയുന്നില്ല. എന്റെ മനസ്സ് ഒരു തെറ്റായ മനുഷ്യന്റെ കൂടെ നിൽക്കാനാണ് പറയുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ബേല പറയുന്നത്
പറയുന്നത് കേൾക്കുന്ന നാഗഗുരു, അതിന് മഹി തെറ്റ് ചെയ്തു എന്ന് ആരാണ് പറഞ്ഞത്? ഈ കാര്യം ബുദ്ധിപൂർവ്വമല്ല ആലോചിക്കേണ്ടത്, മനസ്സുകൊണ്ടാണ്. അത് എപ്പോഴും ഓർമ്മ വേണം. നാഗറാണിക്ക് മഹിയെ വെറുക്കാൻ കഴിയില്ല. നാഗറാണിയുടെ ജീവിത പങ്കാളിയാണ് മഹി എന്ന് ഒരിക്കൽ തെളിയിച്ചതാണ് എന്ന് നാഗഗുരു പറയുന്നത് കേൾക്കുന്ന ബേലയുടെ വിഷം മഹിയുടെ ശരീരത്തിലായ ദിവസം ഓർമ്മിക്കുകയാണ് ബേല. നാഗഗുരു ബേലയോട് മഹിയാണ് നാഗരാജാവിനെ കൊന്നതെന്ന് നാഗറാണി വിശ്വസിക്കുന്നത് തെറ്റാണെങ്കിലോ? നാഗറാണി ആ കാര്യം ഒന്നുകൂടി ആലോചിച്ച് നോക്കണം. മഹിയുടെ കയ്യിൽ ഗണ്ണിരിക്കുന്നത് മാത്രമേ നാഗറാണി കണ്ടിട്ടുള്ളൂ. മഹി ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ബേല. നാഗറാണിയുടെ മനസ്സിലുള്ള ഡൗട്ട് എല്ലാം തീരണമെങ്കിൽ നാഗറാണി എല്ലാ കാര്യങ്ങളും മഹിയോട് പറയണം. അപ്പോൾ നാഗറാണിയുടെ എല്ലാ കൺഫ്യൂഷൻസും മാറുമെന്ന് പറയുകയാണ് നാഗഗുരു. അത് കേൾക്കുന്ന ബേല മഹിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്റെ മനസ്സ് പറയുന്നത് ഞാൻ കേൾക്കും. മഹി ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല എന്ന് എനിക്കറിയാം. മഹി എന്ത് തീരുമാനമെടുത്താലും അത് എനിക്ക് സമ്മതമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബേല അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ മഹിയുടെ അടുത്ത് പോകുന്ന ബേല മഹിയോട് സംസാരിക്കാൻ തുടങ്ങുന്നതും ആ സമയം അവിടെ വരുന്ന സുമിത്ര ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് മഹിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ബേല. ശേഷം സുമിത്ര മഹിയെ സൈകളുടെ അടുത്തേക്കാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. സൈകളിനെ കാണുന്ന മഹി എന്താണ് കാര്യം, നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മഹിയുടെ പുറകിൽ കൂടി വരുന്ന ഒരാൾ മഹിയെ കെട്ടിപ്പിടിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് മഹി അയാളുടെ ഫേസ് കാണുമ്പോൾ മഹി ഞെട്ടി നിൽക്കുകയാണ്. അത് യുവി ആയിരുന്നു. സുമിത്രയും സൈകളും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. യുവി ഒരു മാറ്റവുമില്ലാതെ പഴയതുപോലെ തന്നെ മഹിയോട് സംസാരിക്കുകയാണ്. യുവിക്ക് എല്ലാം പഴയതുപോലെ ആക്കണം. എനിക്കൊരു തെറ്റ് സംഭവിച്ചു. ബേലയുടെ കാര്യം ഞാൻ ആലോചിച്ചില്ല. ബേലയെ പിരിഞ്ഞു നിന്നപ്പോഴാണ് ഞാൻ എത്രത്തോളം ബേലയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് ബേലയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ബേലയെ എനിക്ക് വേണം. ഞാൻ ബേലയോട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഞങ്ങളുടെ ഇടയിലുള്ളൂ. എനിക്കറിയാം ബേല എനിക്ക് വേണ്ടിയാണ് ഇത്രയും ദിവസം കാത്തിരുന്നത് എന്നൊക്കെ കെഞ്ചി പറയുകയാണ് യുവി. അത് കേൾക്കുന്ന മഹി ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. സുമിത്ര യുവിയോട് നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മഹിയിൽ നിന്ന് ബേലയെ സ്വന്തമാക്കാനാണ് യുവിയുടെ തീരുമാനം. യുവി തിരിച്ചു വന്നിരിക്കുന്നത് ബേലയ്ക്ക് വേണ്ടിയാണ്. മറുവശത്ത് ബേലയുടെ അടുത്ത് പോകുന്ന മഹിയോട് ബേല തന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയുകയും ബേല ഒരു നാഗറാണിയാണെന്നും നാഗകന്യകയാണെന്നും പറഞ്ഞിട്ട് ബേല മഹിയുടെ മുന്നിൽ പകുതി നാഗമായി മാറുകയാണ്. ശേഷം മഹിയോട് ബേല മുമ്പ് റൂഹിയായിരുന്ന കാര്യവും അന്ന് രാത്രി നടന്ന സംഭവത്തെ കുറിച്ചും കരണിനെയും യുവിയെയും റിഹാനെയും ദക്ഷിനെയും ബേല കൊന്ന കാര്യവും എല്ലാം പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന മഹി ബേലയോട് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു ബേല, പക്ഷെ എന്റെ സഹോദരനെ കൊന്ന നിന്നെ സ്നേഹിക്കാൻ എനിക്ക് ഇനി കഴിയില്ല. നീ എന്നെ ചതിച്ചു ബേല എന്ന് പറഞ്ഞ് മഹി അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുകയാണ്. ഇതെല്ലാം ബേലയുടെ ഇമാജിനേഷൻ ആയിരുന്നു. റിസൾട്ട് എന്ത് തന്നെ ആയാലും മഹിയോട് എല്ലാ കാര്യങ്ങളും പറയുമെന്ന് പറഞ്ഞ് ബേല അവിടെ നിന്ന് പോവുകയാണ്. ബേല താഴേക്ക് പോകുമ്പോൾ അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ട് സന്തോഷം തോന്നുന്ന ബേല മുന്നിൽ നിൽക്കുന്നത് മഹിയാണെന്ന് വിചാരിച്ച് ബേല യുവിയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ തോന്നിയ ഇഷ്ടം ബേല തുറന്നു പറയുകയാണ്. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ആർക്കും വേണ്ടിയും നിങ്ങളെ എനിക്ക് ഉപേക്ഷിക്കാനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ബേല കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന മഹിയെയും സുമിത്രയെയും സൈക്കിളിനെയും വിശാഖയെയും കുഹുവിനെയും മാർച്ചയെയും കണ്ട് ഞെട്ടുന്ന ബേല പെട്ടെന്ന് അവിടെ നിന്ന് നീങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് നോക്കുകയാണ്. അത് യുവിയാണെന്ന് അറിയുന്ന ബേല ഞെട്ടി നിൽക്കുകയാണ്. യുവിയെ കാണുന്ന വിശാഖയും ഞെട്ടി നിൽക്കുകയാണ്. യുവി ബേലയുടെ അടുത്ത് പോയിട്ട് ബേലയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്കറിയാം നിന്റെയും മഹിയുടെയും വിവാഹം കഴിഞ്ഞ കാര്യം. പക്ഷേ അത് യഥാർത്ഥ വിവാഹമല്ലായിരുന്നു, ഒരു ഫേക്ക് വെഡിങ് ആയിരുന്നു. നീ ഇപ്പോഴും പഴയ ബേല തന്നെയാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് ഒന്നും പറയാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന ബേല മഹിയെ നോക്കുകയാണ്. മഹി വിഷമമെല്ലാം ഉള്ളിലൊതുക്കി കരയാൻ പോലും കഴിയാതെ നിൽക്കുകയാണ്. യുവി ബേലയുടെ അടുത്ത് നിൽക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന മഹി കയ്യിലിരിക്കുന്ന ഗ്ലാസ് പൊട്ടിക്കുകയാണ്. മഹിയുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ബേല. മഹി ബേലയെ നോക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. മഹിയുടെ പുറകെ ബേലയും പോവുകയാണ്. റൂമിൽ പോകുന്ന മഹി മുമ്പ് ബേല പറഞ്ഞ് വിഷമിപ്പിക്കുന്ന വാക്കുകളെല്ലാം ഓർമ്മിച്ച് നോക്കുകയാണ്. ആ വാക്കുകളെല്ലാം ഈ ഒരു സാഹചര്യവുമായി കണക്ട് ആകുന്നതായി മഹിക്ക് തോന്നുകയാണ്. ആ സമയം അവിടെ വരുന്ന ബേല കയ്യിലെ
മുറിവ് നോക്കാൻ ശ്രമിക്കുമ്പോൾ മഹി ബേലയോട് ദേഷ്യത്തോടെ പെരുമാറുകയാണ്. എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിനക്ക് യുവിയല്ലേ ഇഷ്ടം. ഞാൻ ഡിവോഴ്സ് പേപ്പർ ഉടൻ തന്നെ ശരിയാക്കാം. നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം നടക്കട്ടെ. എന്റെ കൺമുമ്പിൽ വെച്ചാണ് നീ യുവിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. നീ യുവിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറയുകയാണ് മഹി. ബേല പറയുന്നതൊന്നും മഹി കേൾക്കുന്നില്ല. പറയാൻ ഒരു അവസരം കൂടി തരാൻ ബേല പറയുന്നുണ്ടെങ്കിലും മഹി അതിനു വേണ്ടി ഒരു അവസരം ബേലയ്ക്ക് കൊടുക്കുന്നില്ല. ബേല മഹിയുടെ ഓരോ വാക്കുകൾ കേട്ട് കരയുകയാണ്. എന്നെ ചതിക്കാൻ ഇനി ഒരു അവസരം നിനക്ക് തരാൻ കഴിയില്ല. എന്റെ ഇമോഷൻസ് വെച്ച് ഇനി ആരും ഗെയിം കളിക്കേണ്ട. എനിക്ക് ഇനി നിന്റെ മുഖം പോലും കാണണ്ട എന്ന് പറഞ്ഞ് മഹി അവിടെ നിന്നും പോവുകയാണ്. മഹിയുടെ അവസ്ഥ കണ്ട് ബേലയ്ക്ക് വിഷമം വരികയാണ്. ബേല പൊട്ടി പൊട്ടി കരയുകയാണ്. മറുവശത്ത് മഹിയുടെ സിറ്റുവേഷൻ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സുമിത്രയും സൈകളും. വിശാഖ യുവിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ യുവി വിശാഖയ്ക്ക് നേരെ മുഖം കൊടുക്കാതെ നടക്കുകയാണ്. ആർജെ യുവിയോട് ആക്സിഡന്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ റാവി ഇപ്പോഴും കോമയിൽ തന്നെയാണെന്ന് പറയുകയാണ്. ഈ സമയം പൗർണമി അവിടേക്ക് വരുന്നു. പൗർണമി യുവിയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. യുവി വന്നതിന് ശേഷം മഹിയുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കുകയാണ് പൗർണമി. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. മരിച്ച യുവി എങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് ആലോചിച്ച് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് വിശാഖ. യുവി ആരാണെന്ന് അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നതിന് വെയിറ്റ് ചെയ്യണേ. താങ്ക്